നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെടിച്ചട്ടി നിറയെ പൂക്കൾ നിൽക്കുന്നതിന് സമാനമായി കുരുമുളക് കുലകുലയായി കായ്ച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണണോ? വീട്ടാവശ്യത്തിന് കുരുമുളക് കിട്ടാൻ ഉത്തമ മാർഗമായ കുറ്റിക്കുരുമുളക് കൃഷിയെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കുറ്റിക്കുരുമുളകിന്റെ കൃഷിയും പരിപാലനവും ഇനങ്ങളും ഏതൊക്കെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ തുടക്കക്കാർക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ വ്യക്തമാകും. സാധാരണഗതിയിൽ താങ്ങുകളിൽ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് വളരുന്ന സ്വഭാവം ഇത്തരം കുറ്റിക്കുരുമുളകിന് ഉണ്ടാകില്ല എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാന സവിശേഷത. വർഷം മുഴുവനും കുരുമുളക് ലഭിക്കുകയും ചെയ്യുന്നു. വള്ളിക്കുരുമുളക് കായ്ക്കാൻ 3-4 വർഷം എടുക്കുമ്പോൾ കുറ്റിക്കുരുമുളക് 6-ാം മാസം വിളവ് തരുന്നു. വീട്ടാവശ്യത്തിന് കുരുമുളക് കിട്ടാൻ ഉത്തമ മാർഗമാണ് കുറ്റിക്കുരുമുളക് കൃഷി. 15 വർഷം വരെ വിളവ് തരുന്ന ചെടികളുമുണ്ട്. പന്നിയൂർ, കരിമുണ്ട തുടങ്ങിയ ഇനങ്ങളൊക്കെ ഈ വിധം കുറ്റിച്ചെടിയായി വളർത്താൻ സാധിക്കും. വയനാടൻ ഇനങ്ങളും സങ്കര ഇനങ്ങളും കുറ്റിക്കുരുമുളക് തൈകൾ തയ്യാറാക്കാൻ നല്ലതാണ്. മണ്ണും മണലും ചാണകപ്പൊടിയും തുല്യ അനുപാതത്തിൽ കലർത്തി നിറച്ച ചട്ടിയിലോ പോളി ബാഗിലോ നിലത്തോ കുറ്റിച്ചെടിയായി ഇവ വളർത്താം. ഒരു ചട്ടി കുറ്റിക്കുരുമുളക് ഇങ്ങനെ വളർത്തിയെടുക്കാൻ പരമാവധി 30 രൂപയോളമേ ചെലവാകൂ. എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന വിളവാകട്ടെ മികച്ചതാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തൈകൾ നടേണ്ടത്. നഴ്സറിയിൽ വലുപ്പത്തിനനുസരിച്ച് 100 രൂപ മുതൽ വില വരുന്ന തൈകൾ ഒരു ചെലവുമില്ലാതെ ഇനി വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. കുരുമുളക് ചെടിയുടെ പടർന്നു കയറുന്ന ഭാഗമല്ല വേണ്ടത്. കേതുതലയിൽ നിന്ന് പാർശ്വങ്ങളിലേക്ക് വളരുന്ന ശാഖയാണ്, അതായത് കണ്ണിത്തലയാണ് കുറ്റിക്കുരുമുളകിന് വേണ്ടി എടുക്കേണ്ടത്. മുറിക്കുമ്പോൾ 3 മുട്ട് താഴെ വെച്ച് മുറിക്കണം. 2 മുട്ട് മണ്ണിനടിയിൽ വരത്തക്ക വണ്ണം എടുക്കുക. ശാഖകൾ 4-5 മുട്ടുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ചുവടുഭാഗം 1000 ppm ഇൻഡോർ ബ്യൂട്ടിറിക് ആസിഡ് ലായനിയിൽ 45 സെക്കൻഡ് മുക്കിയ ശേഷം വേണം നടുവാൻ. 1 മാസം കൊണ്ടേ വേരുകൾ വരൂ. 3 മാസമാകുമ്പോൾ ഇലകൾ നിറയും. അപ്പോൾ വലിയ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഇത് മാറ്റി നടാവുന്നതാണ്. തൈ നടുമ്പോൾ നടിയിൽ മിശ്രിതം മുഴുവനായി ചട്ടിയിൽ നിറയ്ക്കാൻ പാടുള്ളതല്ല. 1/4 ഭാഗം മാത്രമേ നിറയ്ക്കാവൂ. നിറയ്ക്കുന്ന മണ്ണ് വെയിൽ കൊള്ളിച്ചതായാൽ നന്ന്. വേഗം വേര് പൊട്ടാനാണിത്. ഉണങ്ങിയ ജൈവവളം, അതായത് കാലിവളം, കോഴിവളം, മണ്ണിര കമ്പോസ്റ്റ്, ആട്ടിൻ കാഷ്ടം എന്നിവ, മേൽമണ്ണ് അഥവാ മണൽ ഒരേ അനുപാതത്തിൽ ചേർത്ത് വേണം ഇവ ചട്ടിയിൽ നിറയ്ക്കാൻ. കുറ്റിക്കുരുമുളക് ചെടികൾ ഏകദേശം 10 കിലോ പോട്ടിംഗ് മിശ്രിതം നിറച്ച ചട്ടിയിലാണ് നടേണ്ടത്. ഒരു ചട്ടിയിൽ 2-3 വേര് പിടിപ്പിച്ച കുരുമുളക് തൈകൾ നടാവുന്നതാണ്. തടത്തിൽ പുതയിടുന്നത് നല്ലതാണ്. നട്ടുകഴിഞ്ഞ് പുതയിട്ട് ദിവസം 2 നേരം നനയ്ക്കണം. തൈകൾക്ക് ഭാഗികമായ തണലാണിഷ്ടം, പ്രത്യേകിച്ച് ആദ്യത്തെ 2 ആഴ്ചക്കാലം. പിടിച്ചു തുടങ്ങുമ്പോൾ 15 ഗ്രാം കടലപ്പിണ്ണാക്കും 30 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും ഒരാഴ്ച ഇടവിട്ട് ചേർത്താൽ വിളവ് മെച്ചപ്പെടും. കടലപ്പിണ്ണാക്ക് കുതിർത്ത് കലക്കി നേർപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ചെടികൾക്ക് വേണ്ടത്ര നൈട്രജൻ കിട്ടുന്നതിന് സഹായിക്കും. വീടിന്റെ കൈവരികൾ, സൺഷെയ്ഡുകൾ, സിറ്റ് ഔട്ട്, പുറം പടികൾ എന്നിവിടങ്ങളിൽ ചട്ടികൾ വയ്ക്കാം. ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, നേർപ്പിച്ച ഗോമൂത്രം എന്നിവയും നല്ല ജൈവവളങ്ങളാണ്. നീണ്ടു വളരുന്ന തണ്ടുകൾ യഥാസമയം മുറിച്ച് കുരുമുളക് കുറ്റിയായി നിലനിർത്താനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ വിളവ് കിട്ടണമെങ്കിൽ 2 ഗ്രാം യൂറിയ, 2.5 ഗ്രാം ഫോസ്ഫറസ്, 4 ഗ്രാം പൊട്ടാഷ് എന്നിവ 2 മാസം ഇടവിട്ട് ചേർക്കണം. ചട്ടി ഒന്നിന് 3 ദിവസത്തിലൊരിക്കൽ 3.5 ലിറ്റർ വെള്ളം എന്ന തോതിൽ നനയ്ക്കണം. വളർച്ച നോക്കി 2 വർഷമാകുമ്പോൾ ചട്ടി മാറ്റി കൊടുക്കുകയും വേണം. 2-ാം വർഷം ഏതാണ്ട് 1/2 കിലോയ്ക്കടുത്ത് പച്ച കുരുമുളക് കിട്ടും. 3 വർഷം പ്രായമായ കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്ന് ഏകദേശം 1 കിലോ പച്ച കുരുമുളക് കിട്ടും. കീടരോഗ ബാധയ്ക്ക് ജൈവ ഘടകങ്ങളും അജൈവ ഘടകങ്ങളും ഒരുപോലെ സ്വാധീനം ചെലുത്താറുണ്ട്. അതനുസരിച്ച് വേണം നിയന്ത്രണ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ. വർഷത്തിൽ 2 തവണ കായ് പിടിക്കുന്ന കുറ്റിക്കുരുമുളക് ശരിയായി വളം ചേർത്ത് കൃത്യമായ രോഗപ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചാലേ മെച്ചപ്പെടൂ. സ്യൂഡോമോണസ് ലായനിയോ PGP ആർമിക്സ് 2 എന്ന ലായനിയോ രോഗം വരാതിരിക്കാൻ ഓരോ ആഴ്ചയും ഇടവിട്ട് തളിക്കാവുന്നതാണ്. രോഗലക്ഷണം കണ്ടാൽ രോഗബാധയേറ്റ ഭാഗങ്ങൾ നീക്കി ബോർഡോ മിശ്രിതം 1% അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ്
2 മുതൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചുവട്ടിൽ ഒഴിച്ചും തളിച്ചും കൊടുക്കാം. നന്നായി പരിപാലിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 10 വർഷമെങ്കിലും ഇതിൽ നിന്ന് വിളവ് കിട്ടും. 15 വർഷം വരെ വിളവ് തരുന്ന ചെടികളുമുണ്ട്. ഓരോ വീട്ടിലും ഉണ്ടായിരിക്കേണ്ട ചെടിയാണ് കുരുമുളക്. കുരുമുളക് കൃഷി എന്നും ലാഭം തരുന്ന കൃഷി തന്നെയാണ്. പരിചരണം എളുപ്പവുമാണിതിന്. മാർക്കറ്റിൽ കുരുമുളകിന് കിലോയ്ക്ക് തന്നെ നല്ല വിലയുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നന്നായി കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന കൃഷിയാണിത്. സ്വന്തമായി 5 ചട്ടിയെങ്കിലും കുറ്റി കുരുമുളക് വളർത്തുകയാണെങ്കിൽ ഒരു കുടുംബത്തിന് ആവശ്യമായ കുരുമുളക് ഉൽപ്പാദിപ്പിച്ച് എടുക്കാനാകും. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കും സ്ഥല പരിമിതി ഉള്ളവർക്കും ഇത് വളരെ അനുയോജ്യമാണ്. സാധാരണ കുരുമുളക് കൃഷിയിൽ താങ്ങുകാലുകളും മറ്റും ആവശ്യമാണ്. അതുകൊണ്ട് ജോലിയും കൃഷി ചെലവും കൂടും. സാധാരണ കുരുമുളക് താങ്ങുമരത്തിൽ വളർത്തുന്നത് കൊണ്ട് ഉയരം കൂടുന്നതിനനുസരിച്ച് വിളവെടുപ്പ് ആയാസകരമായി തീരുന്നു. അതേസമയം കുറ്റി കുരുമുളകിന്റെ വിളവെടുപ്പ് വളരെ ലളിതമാണ്. വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് താമസം മാറുമ്പോൾ കൊണ്ടുപോകാൻ വളരെ ഇത് എളുപ്പമാണ്. പൂച്ചെടികൾക്ക് കൊടുക്കുന്ന പരിപാലനം കൊടുത്താൽ മതിയാകും. വേര് പിടിപ്പിച്ച കുറ്റി കുരുമുളകിന്റെ തൈകൾ ചട്ടികളിൽ മാത്രമല്ല തെങ്ങിൻ തോപ്പുകളിലും ഇടവിളയാക്കി നടാവുന്നതാണ്. ഓരോ ചെടിക്കും 2 മീറ്റർ അകലം നൽകണം. 1/2 മീറ്റർ വീതം ആഴവും നീളവും വീതിയുമുള്ള കുഴികളിൽ പോട്ടിംഗ് മിശ്രിതം നിറച്ചാണ് നിലത്ത് തൈകൾ നടേണ്ടത്. 1 സെന്റ് സ്ഥലത്ത് 40 മുതൽ 50 തൈകളെങ്കിലും നടാം. ഇത്തരം കൃഷിയുമായി ബന്ധപ്പെട്ട ടിപ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.